blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ഇന്ന് മുതൽ അടുത്ത വെള്ളി വരെയുള്ള 5 ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുകളും ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ഒന്നുപോലും മിസ്സാകരുത്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേയുടെ സ്പോൺസർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കോട്ടയത്ത് നിന്നും ഡാനി തോമസ് ആൻഡ് ഹിമ ഡാനി. ഇന്ന് അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി. നമുക്കെല്ലാവർക്കും ചേർന്ന് ആ കുടുംബത്തെ അനുഗ്രഹിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ലോകം എമ്പാടുമുള്ള അനേക ലക്ഷങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ കുടുംബത്തെ ഇപ്പോൾ ബ്ലെസ് ചെയ്യുന്നു. ദൈവത്തിൻ്റെ സകല അനുഗ്രഹങ്ങളാൽ ഈ കുടുംബം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാമ്പത്യ ജീവിതത്തെ അങ്ങ് ഏറ്റവും അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളെ അങ്ങ് ഏറ്റവും അനുഗ്രഹിക്കണം. ഓൾസോ ഫാദർ, വി റിലീസ് ഫൈനാൻഷ്യൽ ബ്ലെസ്സിങ്സ് അപ്പോൺ ദിസ് കപ്പിൾ. അവരുടെ ബിസിനസ്സും ചേർന്നുള്ള സകലവും ഏറ്റവും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ ആഗ്രഹങ്ങൾ എന്തോ അതിനപ്പുറത്ത് കർത്താവ് സകലം ചെയ്തു കൊടുക്കണമേ. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ബ്ലെസ്സിംഗ് ടുഡേ നിങ്ങൾക്കായി ഒരുക്കുന്നു ബ്ലെസ്സിംഗ് ടുഡേ കൊല്ലം മെഗാ ഫെസ്റ്റിവൽ 2015 മെയ് 29, 30, 31 വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ. അനുദിന ജീവിതത്തിൽ ആവശ്യമായ പ്രായോഗിക വചന സന്ദേശങ്ങൾ ബ്രദർ ഡാമിയൻ, സിസ്റ്റർ ക്ഷമ ഡാമിയൻ, ബ്രദർ നെഹമിയ ഡാമിയൻ തുടങ്ങിയവർ ശുശ്രൂഷിക്കുന്നു. ഈ 3 ദിവസങ്ങളിലും നടക്കുന്ന കൊല്ലം മെഗാ ഫെസ്റ്റിവലിലേക്ക് ബ്ലെസ്സിംഗ് ടുഡേ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 8111996002 0484 422211. അമിഷിയുടെ പേര് പുഷ്പ എന്നാണ്. ഓക്കെ. തൃശ്ശൂരിൽ നിന്ന് തന്നെയാണ് അമിഷ് വരുന്നത്. ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ കർത്താവ് കൊടുത്തൊരു അത്ഭുതം പറയുന്നതിനായിട്ടാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഓക്കെ. ഈ അമിഷിക്ക് ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ വളരെ ശക്തിയായ തൊണ്ടയ്ക്കുള്ള വേദന വന്നു. തൊണ്ടവേദന സാധാരണ വേദന പോലെയല്ല. തനിക്ക് ഭക്ഷണം കഴിക്കാൻ സാധ്യമല്ല, ഉമിനീര് പോലും താഴെ കിടക്കാൻ സാധ്യമല്ല എന്നാ പറയുന്നത്. ഈ അമിച്ചി വളരെ ശക്തിയായ വേദനയായിരുന്നു. ഈ അമിച്ചി മാത്രമേ തന്റെ കുടുംബത്തിൽ നിന്ന് അറിഞ്ഞത് ഒരു വ്യക്തിയുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശക്തിയായ തൊണ്ടവേദന മൂലം താൻ 2 ആഴ്ച പ്രാർത്ഥിച്ചുകൊണ്ട് കടന്നുപോയി. നമ്മുടെ പ്രോഗ്രാം നടക്കുമ്പോൾ 9-ാം തീയതി മാർച്ച് മാസം 2015 അത് തീയതി പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ബ്രദർ ഇങ്ങനെ പറഞ്ഞു, പുഷ്പ എന്നൊരു സഹോദരി തൊണ്ടവേദന മൂലം തൊണ്ടയ്ക്ക് വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന ഒരു സഹോദരി ഇപ്പോൾ സൗഖ്യമാക്കുന്നു പറഞ്ഞു. പുഷ്പ എന്നു പേരുള്ള ഒരു സഹോദരി കർത്താവ് തൊണ്ടയിലെ ഒരു പ്രയാസത്തിൽ നിന്ന് ഏതൊരു മുഴയോ ട്യൂമറോ ഗ്രോത്തോ ഉള്ള പുഷ്പ, യേശുവിൻ്റെ നാമത്തിൽ ആ സഹോദരി സൗഖ്യം പ്രാപിക്കട്ടെ. താനത് ഏറ്റെടുത്തു. ആ നിമിഷം തന്നെ തൻ്റെ ആ തൊണ്ടയ്ക്കുള്ള വേദന മാറിപ്പോയി. ആ നിമിഷം തന്നെ മാറി. അതെ, ആ നിമിഷം തന്നെ മാറി. താൻ പോയി വെള്ളം എടുത്തു കുടിച്ചു നോക്കി, ആ വേദന അവിടെ ഇല്ല. ഭക്ഷണം കഴിച്ചു നോക്കി, പൂർണ്ണമായും അപ്പോൾ തന്നെ താൻ സൗഖ്യമായെന്നാണ് സഹോദരി പറയുന്നത്. അപ്പോൾ കർത്താവിന് നമ്മുടെ രോഗമറിയാം, കർത്താവിന് നമ്മുടെ പേരും അറിയാം, നമ്മുടെ ഓമന പേരും ചെല്ലപ്പേരും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസും ഈ ഡോക്ടർക്ക് അറിയാം. അതുകൊണ്ട് ആ ഡോക്ടറാണ് പറയുന്നതെങ്കിൽ നിമിഷങ്ങൾക്കകം നമ്മെ സൗഖ്യമാക്കുവാൻ അവൻ ശക്തനാണ്. കർത്താവ്, ഈ അമ്മച്ചിയെ ഞങ്ങൾ ചേർന്ന് അനുഗ്രഹിക്കുന്നു. പേര് ചൊല്ലി വിളിച്ച് സൗഖ്യമാക്കിയതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. പുതിയ അധ്യയന വർഷം ദൈവത്തിന്റെ അനുഗ്രഹത്തോടെ ആരംഭിക്കുവാൻ ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്ന സ്റ്റുഡൻസ് ബ്ലെസ്സിംഗ് പ്രയർ 2015 മെയ് 31 ഞായർ ഉച്ചയ്ക്ക് 12 മണിക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ബ്ലെസ്സിംഗ് സെന്ററുകളിൽ ബ്രദർ ഡാമിയൻ തത്സമയ സംപ്രേഷണത്തിലൂടെ വിദ്യാർത്ഥികളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൂടാതെ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ നേരിട്ട് വിദ്യാർത്ഥികളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 0484 4222 111.
Today, I'm going to speak to you about blessings of trusting in God. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം എന്നുള്ളത് ദൈവത്തിൽ ആശ്രയിക്കുമ്പോഴുള്ള അനുഗ്രഹങ്ങൾ എന്നതിനെ കുറിച്ചാണ്. We are going to read a Bible verse right now. ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഒരു വചനം ഇപ്പോൾ വായിക്കാൻ പോകുകയാണ്. Hebrews chapter 11 and verse number 6. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വചനം. And it reads like this: and without faith it is impossible to please God, because anyone who comes to him must believe that he exists and that he rewards those who earnestly seek him. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും തന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുന്നുവെന്നും വിശ്വസിക്കേണ്ടതത്രേ. This verse says it is impossible to please God without faith. ഈ വചനം പറയുന്നു, വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്, സാധ്യമല്ല. We try to please God through so many things. സാധാരണയായിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നാം ശ്രമിക്കുന്ന പല വഴികളിലൂടെയാണ്. We try to do good works, charitable works, നല്ല പ്രവർത്തികൾ ചെയ്ത് ജീവകാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ നോക്കും, helping poor people. പാവപ്പെട്ടവരെ സഹായിക്കാൻ നോക്കുന്നു. We should do all that. ഇത്തരം കാര്യങ്ങൾ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നു. But when we come to God, എന്നാൽ നാം ദൈവത്തിലേക്ക് വരുമ്പോൾ, if you want to please him, you have to come with great faith. ഓർക്കുക, നിങ്ങൾ അവനെ പ്രസാദിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വലിയ വിശ്വാസത്തോടെയാണ് നിങ്ങൾ അവരെ പ്രസാദിപ്പിക്കേണ്ടത്. If you are sick in your body, നിങ്ങളുടെ ശരീരത്തിൽ രോഗമുണ്ടെങ്കിൽ, even without feeling anything on your body, experiencing anything in your body, you have to believe that Jesus is able to heal me. He will definitely make me whole. ഓർക്കുക, നിങ്ങളുടെ ശരീരത്തിൽ യാതൊരുവിധ മാറ്റമോ വിടുതലുകളോ രോഗസൗഖ്യമോ ഇപ്പോൾ കാണുന്നില്ല എങ്കിൽ കൂടെയും വിശ്വാസത്തോടുകൂടെ നിങ്ങൾക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കും, പറയുവാൻ സാധിക്കും, യേശു കർത്താവിന്റെ ശക്തി എൻ്റെ മേൽ വന്നിരിക്കുന്നു, എന്നിൽ മാറ്റം വരുന്നു, ഞാൻ സൗഖ്യമാകാൻ പോകുന്നു. Hallelujah. ഹല്ലേലൂയ. So we have to believe everything in advance. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളെയും നാം മുൻകൂറായി ദൈവിക കാര്യങ്ങളിൽ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. The blessings, even before we receiving in our hands, we have to believe that definitely God my Father is going to give it to me. ഓർക്കുക, നാം പ്രാർത്ഥിച്ചിട്ടുള്ള കാത്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ഉറച്ചു വിശ്വസിക്കണം, എൻ്റെ സ്വർഗത്തിലെ പിതാവിന് ഈ അനുഗ്രഹങ്ങളാൽ തരുവാൻ എനിക്ക് കഴിയുമെന്ന് നാം ഉറച്ചു നേരത്തെ വിശ്വസിക്കണം. Another thing this verse says is that God gives rewards to those who earnestly seek him. അടുത്ത വചനം അവിടെ എഴുതിയിരിക്കുന്നു, തന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുന്നുവെന്നും വിശ്വസിക്കണം. Meaning, whoever approaches God definitely will get a reward. അതിന്റെ അർത്ഥം ഇതാണ്, ദൈവത്തെ തേടി ഇറങ്ങുന്ന, അവന്റെ അടുക്കൽ ചെല്ലുന്ന ആർക്കും അവന്റെ കയ്യിൽ നിന്നൊരു പ്രതിഫലം ഉറപ്പാണ്. Over the years, I have observed this one thing. ഒത്തിരി കാലങ്ങളായിട്ട് ഞാൻ മനസ്സിലാക്കിയ അനുഭവിച്ചൊരു പ്രധാന കാര്യം ഇതാണ്. See, in our blessing centers, നമ്മുടെ ബ്ലെസ്സിംഗ് സെന്ററുകളിൽ so many hundreds of people are coming every Sunday. ഓരോ ഞായറാഴ്ചയും നൂറുകണക്കിന് ആളുകൾ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. The first Sunday when they are coming, ആദ്യത്തെ ഞായറാഴ്ച അവർ വരുമ്പോൾ they may be sick, അവർ ഒരുപക്ഷെ രോഗിയായിരിക്കും, they may have huge debts, ഒരുപക്ഷെ കൂടുതൽ കടത്തിലായിരിക്കും, they may be living in poor living conditions, ഒരുപക്ഷെ ദരിദ്രാവസ്ഥയിലായിരിക്കും ജീവിക്കുന്നത്, they may be facing huge family problems, ഒരുപക്ഷെ വലിയ കുടുംബ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടാകാം, children are not studying, കുട്ടികൾ നന്നായി പഠിക്കുന്നുണ്ടാവില്ല, they don't have vehicles to അവർക്ക് travel, സഞ്ചരിക്കാൻ വാഹനങ്ങൾ ഉണ്ടായിരിക്കില്ല. different people have different problems. ഓരോ വ്യത്യസ്തരായ വ്യക്തികൾക്ക് വ്യത്യസ്തമായ പ്രശ്നങ്ങൾ
പ്രശ്നങ്ങളുള്ളവർ. Usually these problems are bringing people to our blessing centers or blessing festivals. ഓർക്കുക, സാധാരണയായിട്ട് ജനങ്ങൾക്കുണ്ടാകുന്ന ഈ പ്രശ്നങ്ങളാണ് അവരെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലുകളിലേക്കും ബ്ലെസ്സിംഗ് സെന്ററുകളിലേക്കും ആകർഷിച്ചു കൊണ്ടുവരുന്നത്. Normally this is happening. സാധാരണയായിട്ട് സംഭവിക്കുന്ന കാര്യമാണിത്. I'm not saying that people without any problem are not coming. Such people are also coming to listen to the word, receive more Holy Spirit. ഞാൻ ഈ പറഞ്ഞതുകൊണ്ട് ഒരിക്കലും പ്രശ്നങ്ങളില്ലാത്ത ആളുകൾ ഒരിക്കലും ബ്ലെസ്സിംഗ് സെന്ററുകളിലോ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിലോ പോകുന്നില്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പ്രശ്നങ്ങളില്ലാത്ത ചില ആളുകളും യേശുവിൻ്റെ സന്ദേശം അതിൻ്റെ രുചി മാധുര്യം നിമിത്തം അത് കേൾക്കാൻ വേണ്ടി വരുന്ന ആളുകളും ഒത്തിരി പേരുണ്ട്. So people are coming. അതുകൊണ്ട് ജനങ്ങൾ വരുന്നു. But majority of the people when they come, they have some problem or other facing in their life. എന്നാൽ കൂടുതൽ ആളുകളും ജീവിതത്തിൽ ഒന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമോ പ്രശ്നങ്ങൾ നിമിത്തമായി ഭാരപ്പെടുന്നത് കൊണ്ടാണ് വരുന്നത്. Second Sunday they are coming. രണ്ടാമത്തെ ഞായറാഴ്ച ഇവർ വരുന്നു. Third Sunday. മൂന്നാമത്തെ ഞായറാഴ്ച. 1 month. ഒരു മാസം വരുന്നു. 2 months. 2 മാസമായി. 3 months. 3 മാസമായി. 6 months. 6 മാസമായി. 1 year. ഒരു വർഷം കഴിഞ്ഞു. 2 years. 2 വർഷം പൂർത്തിയായി. 3 years. 3 വർഷമായി. As they keep coming, അവരിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുമ്പോൾ usually watch people. അത്തരം ആളുകളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ As weeks go by, ആഴ്ചകൾ കടന്നു പോകുന്നതിനനുസരിച്ച് I notice changes in them. അവരുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. The first Sunday when they come, ആദ്യത്തെ ഞായറാഴ്ച അവർ വരുമ്പോൾ they don't know how to clap. എങ്ങനെയാണ് കൈയടിക്കേണ്ടതെന്ന് അവർക്കറിയില്ല. They don't know how to raise their എങ്ങനെ hands. കൈ ഉയർത്തണമെന്നറിയില്ല. They have never shouted hallelujah. What is that? ഒരിക്കൽ പോലും അവർ ഉറക്കെ ഹാലലുയ ജനക്കൂട്ടത്തിന് നടുവിൽ പറഞ്ഞിട്ട് They പോലുമില്ല. have never shouted amen. Amen, which mean? They don't know. അവരൊരിക്കലും ആമേൻ എന്ന് പറഞ്ഞിട്ടില്ല. എന്ത് ആമീൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അവർക്ക് അറിയില്ല. And as I see their faces, അവരുടെ മുഖങ്ങളിലെ കാഴ്ചകൾ കഴിയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ their faces become happier and happier. അവരുടെ മുഖം കൂടുതൽ സന്തോഷമായി And മാറി, brighter and brighter. കൂടുതൽ തിളക്കമുള്ള തേജസ്സുള്ളതായിട്ട് മാറിയിരിക്കുന്നു. And they have a beautiful peace in their hearts. എന്ന് മാത്രമല്ല അവരുടെ ഹൃദയത്തിൽ വളരെയധികം സമാധാനം ഉണ്ടാകുന്നു. This is happening internally, but externally also I see changes. നോക്കുക, ഇത് ആന്തരികമായിട്ടുള്ള മാറ്റങ്ങൾ അവർക്കുണ്ടാകുന്നതിനോടൊപ്പം തന്നെ പുറമേയും ചില മാറ്റങ്ങൾ അവർക്ക് സംഭവിക്കുന്നത് ഞാൻ കാണുന്നു. I see even changes in their dress style. അവരുടെ ഡ്രസ്സിന്റെ സ്റ്റൈലിൽ, അവരുടെ വസ്ത്രധാരണ ശൈലിയിൽ പോലും മാറ്റങ്ങൾ വരികയാണ്. When they were going through so much disappointments and distresses, they were dressing very carelessly. അതിനു മുൻപുള്ള കാലഘട്ടങ്ങളിൽ വളരെയധികം നിരാശയിലും സാമ്പത്തിക ഞെരുക്കങ്ങളിലും ഒക്കെ ആയിക്കൊണ്ടിരുന്ന സമയത്ത് അവർ വസ്ത്രധാരണത്തിൽ ശ്രദ്ധ ചെലുത്താത്തവരായിരുന്നു. Now they have God in their life. ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവം തമ്പുരാനുണ്ട്. Jesus has become their friend. യേശു കർത്താവ് അവരുടെ ഏറ്റവും നല്ല സഖിയായി മാറിയിരിക്കുന്നു. There is someone to take care of them. അവരുടെ കാര്യങ്ങൾ നോക്കുവാൻ ചുമതലയുള്ള ഒരു വ്യക്തിയുണ്ടെന്ന ബോധ്യം And they അവർക്കുണ്ടായി. see that there is meaning to this life. ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു അർത്ഥം വന്നിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. Sometimes some people come alone the first Sunday. ആദ്യത്തെ ഞായറാഴ്ച ചില ആളുകൾ ഒറ്റയ്ക്കായിരിക്കാം ഒരു വീട്ടിൽ നിന്ന് As വരുന്നത്. weeks go by, എന്നാൽ ആഴ്ചകൾ കഴിയുമ്പോൾ they bring their family members. അവരുടെ കുടുംബാംഗങ്ങളെ അവർ ഇതുപോലെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരാൻ തുടങ്ങുന്നു. Sometimes they bring their cousins ചില സമയങ്ങൾ അവരുടെ കസിൻസിനെ അവർ കൊണ്ടുവരുന്നു. or in-laws and outlaws അതുപോലെ തന്നെ അവരുടെ ഇൻലോസിനെ അവർ കൊണ്ടുവരുന്നു. and their neighbors. അവരുടെ അയൽപക്കത്തുള്ളവരെ Their കൊണ്ടുവരുന്നു. friends. അവരുടെ കൂട്ടുകാരെ They come കൊണ്ടുവരുന്നു. as a group. അവർ സംഘങ്ങളായിട്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരുന്നു. Some people share and hire vehicles and come. ചില ആളുകളാണെങ്കിൽ സ്വമനസാൽ തന്നെ വണ്ടി വാടകയ്ക്കെടുത്ത് സ്വന്തം വണ്ടികളിലൊക്കെ ആളുകളെ കുത്തി കയറ്റിക്കൊണ്ടുവരുന്നു. But as time passes by, ഓർക്കുക, എന്നാൽ സമയങ്ങൾ കഴിയുന്നതിനനുസരിച്ച് internally and externally there comes changes. ഓർക്കുക, ഇത്തരം റിസ്ക് എടുക്കുന്ന, ഇത്തരം മുൻപേ ആദ്യം വന്നിട്ടുള്ള ആളുകൾ ആന്തരികമായിട്ടും പുറമേയുള്ള രീതിയിലും ഒത്തിരി മാറ്റങ്ങളുള്ളവരായി മാറുന്നു. Sometimes after a few months they come, brother, bless this key.
ചിലപ്പോൾ ഒരു മാസമോ ചില മാസങ്ങൾ കഴിയുമ്പോൾ എൻ്റെ അടുക്കൽ വന്നിട്ട് വരും, ബ്രദറെ ഈ കീ ഒന്ന് പ്രാർത്ഥിച്ചു തരണം. God gave us a new vehicle. ദൈവം എനിക്കൊരു പുതിയ വാഹനം നൽകി. So I pray over the key and bless the vehicle. ഞാൻ അവരുടെ കീ എടുത്തു വെച്ച് പ്രാർത്ഥിച്ചു വാഹനത്തെ അനുഗ്രഹിക്കും. Maybe after some time they come, bless this key also. ചില ദിവസങ്ങൾ ചിലപ്പോൾ ചില മാസങ്ങൾ കഴിയുമ്പോൾ വീണ്ടും വന്നിട്ട് പറയും, ബ്രദറെ ഈ ഒരു പുതിയ കീയും കൂടി ഉണ്ടെന്ന് പ്രാർത്ഥിക്കുന്നു. What is this key? എന്താണ് ഈ പുതിയ കീ? Oh, this we are starting a new shop. അപ്പോൾ പറയും, ബ്രദറെ ഈ താക്കോൽ എന്നുള്ളത് ഞാനൊരു പുതിയ ഷോപ്പ് തുടങ്ങിയതാണ്. After a few months they will come again. ചില മാസങ്ങൾക്ക് ശേഷം അവർ എൻ്റെ അടുക്കൽ, bless this key also. ബ്രദറെ ഈ കീ കൂടെ ഒന്ന് പ്രാർത്ഥിക്കണം. God gave us a new house. We are changing to our own house from the rented house. ബ്രദറെ ഞങ്ങളുടെ വാടക കെട്ടിട വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇപ്പോൾ സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ്. അവിടുത്തെ കീ ആണ് ഈ കീ. So people come with new blessings. ഓർക്കുക, ജനങ്ങൾ പുതിയ പുതിയ അനുഗ്രഹങ്ങളുമായിട്ട് നിറവുള്ളവരായിട്ട് മാറുകയാണ്. Because Hebrews chapter 11 and verse number 6 says God is a rewarder of those who seek him diligently. ഓർക്കുക, എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 6-ാമത്തെ വചനത്തിൽ പറയുന്നു, തന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്ന ഏവർക്കും അവിടുന്ന് ദൈവം തമ്പുരാൻ പ്രതിഫലം നൽകുന്നു. If you seek after him, definitely someday or other he will bless you, because he is the heavenly Father, the Father of all blessings. ഓർക്കുക, ദൈവത്തെ അന്വേഷിക്കുവാൻ ഇറങ്ങി തിരിച്ചിട്ടുള്ള ജാഗ്രതയോടെ അന്വേഷിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഇതിനകത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, ദൈവം തമ്പുരാൻ ആ വ്യക്തിക്ക് ഇന്നല്ലെങ്കിൽ നാളെ പ്രതിഫലം നൽകാതെ പോകുകയില്ല. Somebody clap your hands and shout Jesus. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കൈകൾ അടിച്ചുറക്കെ യേശുവേ എന്ന് പറഞ്ഞാല്. But God moves in different ways for different people. എന്നാൽ ദൈവം വ്യത്യസ്തരായ ആളുകളുടെ ഇടയിൽ വ്യത്യസ്തമായ വിധത്തിലാണ് ചലിക്കുന്നത്. In some families he will move in the financial area. ചില കുടുംബങ്ങളുടെ കാര്യത്തിൽ ദൈവം തമ്പുരാൻ അവരുടെ സാമ്പത്തിക മേഖലയിലായിരിക്കും ചലിക്കുന്നത്. In some other families, some people they don't have children, so his power will move in their marital life. എന്നാൽ ചില ആളുകൾ ദൈവത്തെ അന്വേഷിക്കാനായി പുറപ്പെട്ടു വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു കുഞ്ഞില്ലാത്ത പ്രശ്നമാണെങ്കിൽ അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകേണ്ട മേഖലയിലായിരിക്കും ദൈവത്തിന്റെ ചലനം ഉണ്ടാകുന്നത്. Some people they see sudden changes in their life. ചില ആളുകളുടെ ജീവിതത്തിൽ വളരെ പെട്ടെന്നുള്ള മാറ്റങ്ങൾ അവർക്ക് കാണാൻ സാധിക്കുന്നു. Some people they come and start attending the blessing center meetings, but no change. എന്നാൽ ചില ആളുകൾ ഇത്തരം പ്രാർത്ഥനാ യോഗങ്ങളിൽ ബ്ലെസ്സിംഗ് സെന്ററുകളിലൊക്കെ പങ്കെടുത്തിട്ടും മാറ്റങ്ങളൊന്നും കാണുന്നില്ല. First Sunday no change. ആദ്യത്തെ ഞായറാഴ്ച മാറ്റമില്ല. Fifth Sunday no change. അഞ്ചാമത്തെ ഞായറാഴ്ചയായിട്ട് 3 months past no change. 3 മാസമായിട്ടും മാറ്റമില്ല. 6 months things are getting worse. 6-ാമത്തെ മാസമായപ്പോൾ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുന്നു. Then they have a rethink, should we continue going to blessing center? പെട്ടെന്നൊരു രണ്ടാമതൊരു ചിന്ത, ഈ ബ്ലെസ്സിംഗ് സെന്ററിലും ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിലൊക്കെ പോകുന്നുണ്ട്, വല്ല കാര്യമുണ്ടോ? Is God really alive? ഇത് യഥാർത്ഥത്തിൽ ദൈവം ഇപ്പോഴും ഈ പറയുന്ന ദൈവമൊക്കെ ഉണ്ടോ? That is what this verse says. Those who come to him must believe that he exists. ഓർക്കുക, അതുകൊണ്ടാണ് ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നത്, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്ന് ആദ്യം വിശ്വസിക്കണം. No one has seen God. ആരും ദൈവത്തെ ഇന്ന് വരെ കണ്ടിട്ടില്ല. Brother Damien has never seen God. ബ്രദർ ഡാമിൻ ഇന്ന് വരെ ദൈവത്തെ ഈ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടില്ല. Sister Shema has never seen God. സിസ്റ്റർ ഷെമയും നഗ്നനേത്രങ്ങൾ കൊണ്ട് ദൈവത്തെ കണ്ടിട്ടില്ല. None of us has seen him. നമ്മളിൽ ആരും തന്നെ ദൈവത്തെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടിട്ടില്ല. But the Bible says എന്നാൽ ബൈബിൾ പറയുന്നു, we should believe in our hearts without seeing him that he is, and he is a rewarder of those who seek him. ദൈവത്തിന്റെ അടുക്കൽ വരുന്ന പ്രാർത്ഥനയ്ക്ക് വരുന്ന ഏതൊരു വ്യക്തിയും ദൈവം ഉണ്ടെന്നും അവനെ അന്വേഷിച്ചിറങ്ങുന്നവർക്ക് അവനൊരു പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. Sometimes people pray, wait and wait, nothing is happening. ചില സമയങ്ങളിൽ ജനങ്ങൾ പ്രാർത്ഥിക്കുന്നു കാത്തിരിക്കുന്നു, പക്ഷെ ഒന്നും സംഭവിക്കാത്തതുപോലെ. 1 year, 2 years, 3 years, 5 years, 7 years. 1 വർഷം, 2 വർഷം, 3 വർഷം, 5 വർഷം, 7 വർഷം കാത്തിരിപ്പ് മാത്രം.
nothing is happening. ഒന്നുമേ സംഭവിക്കുന്നില്ല. They think that God has forsaken us. ഒത്തിരി ആളുകൾ ചിന്തിക്കുന്നു ദൈവം നമ്മെ മറന്നു കളഞ്ഞോ. In my life I understood one thing. എൻ്റെ ജീവിതത്തിൽ ഞാനൊരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. If blessings are delayed, അനുഗ്രഹങ്ങൾ അല്പം വൈകുന്നുണ്ടെങ്കിൽ that is not denial. ഓർക്കുക, അത് ഒരിക്കലും ദൈവം നമ്മെ മറന്നു കളയുന്നത് കൊണ്ടല്ല. Belated blessings will be big blessings. ഓർക്കുക, വൈകി വരുന്ന അനുഗ്രഹങ്ങൾ അത് വലിയ അനുഗ്രഹങ്ങളായിരിക്കും. Hallelujah. Hallelujah. I am serving a Jesus who can do any miracle in your life in his way. ഓർക്കുക, ഞാൻ സേവിക്കുന്ന യേശുവിന് നിങ്ങളുടെ ജീവിതത്തിൽ അവന്റെ കഴിവനുസരിച്ച് അവന്റെ വഴിക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കും. Hallelujah. Hallelujah. ബ്ലെസ്സിംഗ് ടുഡേയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന വിഭാഗമാണ് ദ മാസ്റ്റർ ചാരിറ്റീസ്. ദ മാസ്റ്റർ ചാരിറ്റീസിൽ തന്നെ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ പഠനത്തിന് വേണ്ടി സഹായിക്കുന്ന പ്രോജക്റ്റാണ് ഓപ്പറേഷൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പ്രോജക്റ്റ്. ഒരു കുഞ്ഞിനെ സ്കൂളിലേക്ക് അയക്കാൻ വേണ്ടിയിട്ടുള്ള സഹായം ചെയ്തു കൊടുക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കേരളത്തിലെ തന്നെയുള്ള ഒരു സ്കൂളിൽ ചിത്രീകരിച്ചിട്ടുള്ള പ്രത്യേകമായ വീഡിയോ ക്ലിപ്പിംഗ്സ് ആണ് ഇനിയുള്ള സമയത്ത് നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് നിങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കുന്നുണ്ടെങ്കിൽ ദയവായി ഇതിനു വേണ്ടി പ്രവർത്തിക്കുക. അതിനായി കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ മുത്തുമണി, പാലക്കാട് ജില്ലയിലെ ഇലച്ചിവഴി ആദിവാസി സ്കൂളിലാണ് പഠിക്കുന്നത്. 1 മുതൽ 4ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിപ്പിക്കുന്ന ഏകാധ്യാപക സ്കൂളാണ് ഞങ്ങളുടേത്. പഠിപ്പിക്കുന്ന മാഷിന് ശമ്പളം കിട്ടാത്തപ്പോൾ ഞങ്ങളുടെ അവസ്ഥ പിന്നെ പറയണ്ടല്ലോ. എങ്കിലും ഞങ്ങൾ ഒരുപാട് സ്വപ്നം കാണാറുണ്ട്. ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ യൂണിഫോമും ബാഗും ഇട്ട് സ്കൂളിൽ പോണത്, മഴ പെയ്താൽ ചോരാത്ത ക്ലാസ് മുറിയിലിരുന്ന് പഠിക്കുന്നത്, വിശപ്പ് തീരണവരെ ഉച്ചക്കഞ്ഞി കഴിക്കാൻ കിട്ടുന്നത്, ആരും കാവൽ വേണ്ടാത്ത മൂത്രപ്പുരകള്, പിന്നെ വായിക്കാൻ കുറെ പുസ്തകങ്ങളുള്ള ലൈബ്രറിയും. പക്ഷേ ഞങ്ങൾക്കിതൊക്കെ എന്നും സ്വപ്നങ്ങൾ മാത്രമാ. ഇത്തവണ സ്കൂൾ തുറക്കുമ്പോഴെങ്കിലും ഇതൊക്കെ നടക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടാൽ ഞങ്ങളെ സഹായിക്കാൻ ആരെങ്കിലും പറഞ്ഞയക്കാതിരിക്കില്ലല്ലോ. ആ നല്ല മനുഷ്യരുടെ സഹായങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഈ കുട്ടികളുടെ ജീവിതത്തിന് പുതിയൊരു വെളിച്ചം പകരാൻ നിങ്ങൾക്കും സാധിക്കും. ബ്ലെസ്സിംഗ് ടുഡേയുടെ ഓപ്പറേഷൻ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലൂടെ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 0484422100. ഇമെയിൽ operationeducation@mastercharities.org. ബ്ലെസ്സിംഗ് ടുഡേ നിങ്ങൾക്കായി ഒരുക്കുന്നു ബ്ലെസ്സിംഗ് ടുഡേ കൊല്ലം മെഗാ ഫെസ്റ്റിവൽ 2015 മെയ് 29, 30, 31 വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ. അനുദിന ജീവിതത്തിൽ ആവശ്യമായ പ്രായോഗിക വചന സന്ദേശങ്ങൾ ബ്രദർ ഡാമിയൻ, സിസ്റ്റർ ക്ഷമ ഡാമിയൻ, ബ്രദർ നെഹമിയ ഡാമിയൻ തുടങ്ങിയവർ ശുശ്രൂഷിക്കുന്നു. ഈ 3 ദിവസങ്ങളിലും നടക്കുന്ന കൊല്ലം മെഗാ ഫെസ്റ്റിവലിലേക്ക് ബ്ലെസ്സിംഗ് ടുഡേ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 8111996002 0484422211. ഈ സമയത്ത് വലിയ വിടുതലുകളും അത്ഭുതങ്ങളും രോഗസൗഖ്യങ്ങളും പ്രതീക്ഷിക്കുക. ആ ഒരു വലിയ പ്രതീക്ഷയോടും പ്രത്യാശയോടും വിശ്വാസത്തോടും കൂടെ നമുക്ക് ഒരുമിച്ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ ബ്ലെസ്സിംഗ് ടുഡേ കാണുന്ന ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന എല്ലാവരെയും കർത്താവെ ഈ സമയത്ത് അങ്ങ് സ്പർശിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് രോഗത്താൽ കിടപ്പിലായിരിക്കുന്ന ചില വ്യക്തികൾ, ബെഡിൽ കിടന്നുകൊണ്ട്, ചിലരാണെങ്കിൽ ബെഡിൽ ചാരി ഇരുന്നുകൊണ്ടൊക്കെയാണ് ഇത് കാണുന്നത്. അങ്ങനെയുള്ള പലരെയും കർത്താവ് ഇന്ന് സൗഖ്യമാക്കുന്നു. താങ്ക് യു ജീസസ്. വലിയ സൗഖ്യങ്ങൾ ഇപ്പോൾ തന്നെ നടക്കാൻ തുടങ്ങട്ടെ. താങ്ക് യു ഫാദർ. രോഗസൗഖ്യങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ ജോലിയിൽ വലിയ വൈതരണികൾ ഫേസ് ചെയ്യുന്ന, വലിയ തടസ്സങ്ങൾ ഫേസ് ചെയ്യുന്ന, വെല്ലുവിളികൾ നേരിടുന്ന ചില വ്യക്തികൾ, ചിലരുടെ ബിസിനസ്സിലാണ്,
ബിസിനസ്സിൽ ഭയങ്കരമായ വെല്ലുവിളികൾ നേരിടുന്ന പലരെയും കർത്താവ് ഈ സമയത്ത് കാണുന്നു. പത്രോസിൻ്റെ വഞ്ചിയിലേക്ക് യേശു കാല് ചവിട്ടി നിന്ന് കാലിയായിരുന്ന ആ വഞ്ചിയെ കർത്താവ് മത്സ്യം കൊണ്ട് നിറച്ചതുപോലെ കർത്താവ് പലരെയും അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൽ വിശ്വസിക്കുക, യേശുവിനോട് ചേർന്നിരിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ബിസിനസ്സിൽ, ജോലിയിലൊക്കെ, വരുമാന മാർഗങ്ങളിലൊക്കെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകട്ടെ. താങ്ക് യു ഫാദർ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതുപോലെ ശരീരത്തിൻ്റെ പല സ്ഥലങ്ങളിലുള്ള ട്യൂമറുകളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. മുഴകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. മലീഗ്നൻ്റ് ആയിട്ടുള്ള ചില ഗ്രോത്തുകൾ യേശുവിൻ്റെ നാമത്തിൽ അതിൻ്റെ വേരോടെ അത് അറ്റുപോകട്ടെ. ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. TB രോഗം, ക്ഷയരോഗമുള്ള ചിലരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. അതുപോലെ HIV പോസിറ്റീവായ ചില വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം ഇപ്പോൾ ഉണ്ടാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവ് അത്ഭുതകരമായി അങ്ങനെ വിടുതലുകൾ കൽപ്പിക്കുന്നതിനാൽ നന്ദി പറയും. ക്യാൻസർ രോഗം, ഏത് രീതിയിലുള്ള ക്യാൻസർ ആയാലും ഇപ്പോൾ തന്നെ വലിയൊരു സൗഖ്യം അവിടെ ഉണ്ടാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർക്ക് കുഞ്ഞുങ്ങളെ കൊടുത്ത് അങ്ങ് മാനിക്കണമേ, ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫാദർ. ഇനി നിങ്ങളുടെ വിഷയം എന്താണെങ്കിലും TV സ്ക്രീനിലേക്ക് കൈ നീട്ടിക്കൊണ്ട് ഈ സമയത്ത് പ്രാർത്ഥിക്കുക. ഞാനൊരു പക്ഷേ നിങ്ങളുടെ പേരോ നിങ്ങളുടെ വിവരങ്ങളോ പറഞ്ഞില്ലായിരിക്കാം, പക്ഷേ യേശു എല്ലാം അറിയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ വിടുതലുകൾ ഓരോരുത്തർക്കും കർത്താവിന് നൽകുന്നതിനാൽ നന്ദി പറയുന്നു. വല്ലാതെ മുടി പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ ഈ സമയം വല്ലാതെ മനപ്രയാസത്തിലാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ പ്രയാസം മാറിപ്പോകട്ടെ. വിടുതലം കൊടുക്കണമേ. അലർജികൾ മാറിപ്പോട്ടെ. ഏത് വിഷയത്തിലും കർത്താവെ അത്ഭുതകരമായ വിടുതലം കൊടുക്കുന്നതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിംഗ് ടുഡേ കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഈ ആഴ്ചയിലെ ഒരു എപ്പിസോഡ് പോലും മുടങ്ങരുത്. മറ്റുള്ളവരോട് ബ്ലെസ്സിംഗ് ടുഡേയെക്കുറിച്ച് പറയുക. ബ്ലെസ്സിംഗ് ടുഡേ എന്നുള്ള പ്രസിദ്ധീകരണങ്ങൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീൻ നമ്പറിൽ ഓഫീസ് ടൈമിൽ വിളിക്കാം, ഓൺലൈനായി കരസ്ഥമാക്കാം. കർത്താവ് ധാരാളമായി ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ബൈ.